സ്വാമി, എൻ്റെ ചേട്ടനൊരു പെണ്ണുണ്ണി ആയിക്കൊണ്ടിരിക്കുക. ഒരു പെണ്ണിൽ അഡിക്റ്റഡ് ആയിപ്പോയി. അവരെ എങ്ങനെയെങ്കിലും പിരിക്കണം. എൻ്റെ ചേട്ടനെ രക്ഷിക്കണം. ജയ് ജാനകി. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ആട്ടെ, കുട്ടി എവിടെ നിന്നാണ്? കുറച്ച് ദൂരെ നിന്നാണ്. ഇവിടെ വരുന്നവരെല്ലാം അങ്ങ് ദൂരേന്നാ വരുന്നത്. ജയ് ജാനകി. കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ മുട്ടയിലുണ്ട്. ഐ മീൻ സൊല്യൂഷൻ. ഓ, മുട്ടക്കൂടോത്ത്. സ്വാമി, ഇത് എവിടെയാ കുഴിച്ചിടണ്ടേ? കുഴിച്ചിടുകയല്ല, ഇത് ഭക്ഷണമായി കൊടുക്കണം. ഇതാ, ഇതൊരു പുരുഷനാണ് കൊടുക്കുന്നതെങ്കിൽ അവനൊരു സ്ത്രീ വിരുദ്ധനാകും. പെണ്ണിനെ കണ്ട കലികളാകും. പെണ്ണിനാണ് കൊടുക്കുന്നതെങ്കിൽ അവൾ ഒരു പുരുഷ വിരോധിയുമാകും. അയ്യോ സ്വാമി, സ്ത്രീ വിരോധി എന്ന് പറയുമ്പം എൻ്റെ ചേട്ടന് എന്നോടും വിരോധാവോ? ഒരിക്കലുമില്ല. മനസ്സിൽ പ്രേമം തോന്നുന്നവരോട് മാത്രമേ വിരോധം ഉണ്ടാവൂ. അത് മതി സ്വാമി. ദക്ഷിണ. ജയ് ജാനകി. ഈ തകർക്കപ്പെടേണ്ട ഇരകൾ തമ്മിൽ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മുട്ട വേറെയാണ്. ഇല്ലില്ല, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ഡേറ്റിംഗില്ല. ഡേറ്റിംഗിൽ. ഡേറ്റിംഗോ? ജയ് ജാനകി. തന്റെ ചേട്ടന്റെ പേരെന്താ? കാർത്തി. കാർത്തി. ജയ് ജാനകി. 12/2/1990 ജനനം. അതെ. പെൺകുട്ടി. 28/4/2000 ജനനം. അതെ. സ്വാമിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ജയ് ജാനകി. ഇവരുടെ ബന്ധം നന്നാകാൻ ഞാനല്ലേ മുഹൂർത്തം കുറിച്ച് കൊടുത്തത്. ഓഹോ. കുട്ടി, ആ മുട്ട ഇങ്ങ് തരിക. ക്ലാസ് റിലീസ് പാടില്ല. എന്നുവെച്ചാ അവരുടെ ബന്ധം നന്നാകാനും നശിക്കാനും ഞാൻ തന്നെ കാരണമാകുക. ജയ് ജാനകി, അങ്ങനെ സംഭവിച്ചൂടാ. ഓഹോ, ബന്ധം നന്നാക്കണം അല്ലേ? നന്നാക്കാം. തരുമോ? കുട്ടി നിക്ക. ജയ് ജാനകി, കോപിക്കല്ലേ. സൂപ്പർ. ചെറുപ്പം തൊട്ടേ അമ്മ എന്നെ അടുക്കളയിലൊന്നും കയറ്റൂല. ഇതൊന്നും ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ലെന്നാ പറയുക. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് നരയിക്കാൻ വിടൂല്ലോ കേട്ടോ. അതിന് കല്യാണം കഴിഞ്ഞ് ആരാ അടുക്കളയിൽ കയറുന്നേ? അല്ല, ഞാൻ പറഞ്ഞത് ഞാനതിന് വിടൂലെന്ന് പറഞ്ഞതാ. ഈ വിടാനും പിടിച്ചു വെക്കാനൊക്കെ ഞാൻ എന്താ തന്റെ വളിയോ? അയ്യേ, എന്തോന്നയ്യേ? കാർത്തിപ പറഞ്ഞ അതിനേക്കാളും വലിയ അയ്യയാ. വിടത്തില്ലെന്ന്. അല്ല, കല്യാണം കഴിഞ്ഞ എല്ലാത്തിനും കാർത്തിയുടെ പെർമിഷൻ വേണോ? അങ്ങനല്ല. ഇങ്ങനെ അടുക്കളയിൽ നിന്നും കയറി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു വരുമായിരുന്നു. അയ്യോ, ഒലിക്കുന്നു. അല്ല, അരി തിളച്ചൊലിക്കുന്നെന്ന്. തിളപ്പിച്ചിട്ട് കൂടുന്നുണ്ട്. എന്ന് വെച്ച് കിച്ചണിൽ കയറാത്ത ആളൊന്നുമല്ലല്ലോ ഞാൻ. ഇടയ്ക്കൊക്കെ കുക്ക് ചെയ്യുന്ന എനിക്കിഷ്ടം. അപ്പൊ അപ്പച്ചും ന്യൂഡിൽസ് കഴിക്കേണ്ടി വരും. പേടിക്കണ്ട, പുതിയ റേഷൻ അരി അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി, വിശ്വസിച്ചോളൂ. എന്റെ പഴം. ഹലോ, ഗുഡ് മോർണിംഗ്. നീയോ? വാ അകത്തോട്ടോ. വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. നിന്റെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്തായിരുന്നില്ലേ, കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ. ഈ ചേട്ടന്മാര്? അത് കാർത്തി, ഇത് ബെൻസ്. കാർത്തിയും ഞാനും ഡേറ്റിംഗില്ല. ഓ, ഹായ് ഏട്ടാ. മോന്റെ പേരെന്താ? ആൽബിൻ. മോൻ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയർ. എഞ്ചിനീയർ ആണെന്നോ? പഠിക്കുമായിരിക്കും. ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. അതിന് മോൻ എത്ര വയസ്സായി? ഈ വരുന്ന ഡിസംബറിൽ 23 ചേട്ടാ. 23ാമത്തെ വയസ്സിൽ നീ എന്ത് ചെയ്യുന്നു? ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ പടികൾ കയറി ഇറങ്ങുന്നു, സപ്ലി ക്ലിയർ ചെയ്യാൻ. ചേട്ടനോ? ഞാൻ അതേ പടിയിൽ നിന്ന് എഴയുന്നു. നീ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഓക്കെ. ഞങ്ങളും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചേട്ടാ. അത് ആര്യയുടെ കസിനാണ്. കസിനൊന്നുമല്ല, കസിനാണ്. എന്റെ സീനിയർ ആയിരുന്നു. സീനിയർ ആയിരുന്നു. കണ്ട അത്രയും പ്രായം തോന്നില്ലല്ലേ? പിന്നെ ഞങ്ങൾ ഡേറ്റിംഗിലായിരുന്നു. ചേട്ടാ ഒന്നിങ്ങി വന്നു.
ചേട്ടാ ചേട്ടത്തി പറഞ്ഞു കേട്ടോ എന്റെ തല ചുറ്റുന്നു. നിന്റെ തലയടിച്ച് പൊട്ടിക്കാ വേണ്ടത്. ഞാൻ ഇവിടെ വന്ന് അന്ന് പറഞ്ഞാ ഇത് വേണ്ടാന്ന്. എന്നിട്ട് ഇത്രയും ദിവസം ഇവിടെ നിന്ന ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടല്ലേ? അതിന് ഞാൻ അറിഞ്ഞോ അവളിങ്ങനെ നാട് മുഴുവൻ ഡേറ്റ് ചെയ്ത് നടക്കുവാന്ന്. ഇനി ആരെയൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ദൈവം തമ്പുരാൻ അറിയാം. സിനിമാക്കാരുടെ പോലും കാണത്തില്ല ഇത്രയും ഡേറ്റ്. ചേട്ടൻ പറയുന്നത് ശരിയാ, പക്ഷെ ഇനി എന്ത് ചെയ്യാനാ? ചെയ്തു മിണ്ടല്ലേ. ചേട്ടൻ ഇവിടെ വന്നതിന് ശേഷം ആകെ അങ്ങ് മെലിഞ്ഞു. ഇടയ്ക്ക് ഒരു ഓംലെറ്റ് ഒക്കെ കഴിക്കാം കേട്ടോ. ദാ എനിക്ക് വേണ്ട. അങ്ങനെ പറയില്ല ചേട്ടാ, ഞാൻ കഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ഉണ്ടായിക്കൊണ്ട് വന്നല്ലേ, കഴിക്കാം. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞ മനസ്സിലാകത്തില്ലേ? ചേട്ടന് ഇത് എന്ത് പറ്റി? എന്നോട് ഇങ്ങനെയൊന്നും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. എല്ലാ ആൾ പൂതന പരിപാടിയായിരിക്കും. ദുഷ്ട. അയ്യോ എന്റെ സീത ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കഴിച്ചോളാം. മനസ്സിലാ അത്. അയ്യോ ഇതൊരു പുരുഷനാണ് കൊടുക്കുന്നതെങ്കിൽ അവനൊരു സ്ത്രീ വിരുദ്ധനാകും. പെണ്ണിനെ കണ്ട കലികളാകും. ഇങ്ങനെയാണോ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്? കുരുമുളക് ഇട്ട് നന്നായിട്ട് എടുത്തിട്ട് പാടി. അയ്യോ എന്റെ മനസ്സിന്റെ സ്ത്രീ വിരോധിയായി. ഇനി ഞാൻ എന്ത് ചെയ്യും ദൈവമേ? നീ ഇതുവരെയായിട്ടും പോയില്ലേ? എടി പോടി. ആ മോളെ, ആ ഹലോ അമ്മേ, ഈ കഴിച്ച ആഹാരേ പുറത്ത് കളയാൻ എന്താ വഴിയുള്ളേ? കഴിച്ച ആഹാരം പുറത്തു കളയാനോ? അതിന് കഴിക്കാതിരുന്നാ പോരെ? അമ്മേ കഴിച്ചു പോയി, അത് പുറത്ത് കളയണം, എന്താ ഉള്ള വഴി? അതിന് തൊണ്ട വിരലിട്ടാ മതി. അമ്മേ ഇത് മതം പൊട്ടി നിൽക്കുന്ന മുതല. ഈ മുതലയുടെ വായിൽ ആരെങ്കിലും കൊണ്ട് കൈയിടുവോ? വേറെ എന്തെങ്കിലും വഴി പറഞ്ഞാ. വേറെ വിമ്മുണ്ടോ അവിടെ? വിമ്മോ? ഓ വിമ്മ്. ആ ഓക്കെ ശരി ഞാൻ വിളിക്കാവേ. ഒരു ഷാർക്കിനെ പോലും കാണുന്നില്ലല്ലോ. ഇനി ഷാർക്കിനെ ഗപ്പി ഒഴുങ്ങി കാണോ? ഓംലേറ്റ്. കുരുമുളക് ഇട്ടോടി. മുട്ടയോ? മുട്ട ആദ്യമേ ഇട്ടായിരുന്നു. നിന്നോട് ആരുടെ പറഞ്ഞു മുട്ട ആദ്യം ഇടാൻ? അത് ഓംലേറ്റ് ഓംലെറ്റ് ഇങ്ങനെ മുട്ട. എടി നിന്നോട് പറയുന്നത് എടി കുരുമുളക് കുരുമുളകും ഇങ്ങനെ എവിടെ ഇട്ടോ കുരുമുളക്? ഇവിടെ ഇങ്ങനെ. അത് വയറ്റിലും. അല്ല എടി കക്കൂസ് എടുത്തിട്ട് ആടി. എന്റെ അറപ്പുര ഭഗവതി, ഒത്ത ഇളകി അങ്ങ് പോണേ. ചേട്ടാ ഇതെല്ലാം മരുമറക്ക് എങ്ങോട്ട് പോണു? ഞാൻ വീട്ടിൽ പോന്നു. എന്തിന്? ഇത്രയൊക്കെ ആയിട്ട് ഞാൻ ഇനി എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അവക്കിനി വേറെ വല്ലവനും ഉണ്ടോന്ന് ദൈവം അറിയാം. ഞാൻ അങ്ങനെയൊന്നും കാണത്തില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ഇത് അവള് പറഞ്ഞിട്ടൊന്നുമില്ല അറിഞ്ഞേ. അവൻ വന്ന് കയറിയോണ്ടല്ലേ അറിഞ്ഞേ. ചേട്ടൊന്ന് പയ്യെ പറ, അവൻ പോയിട്ടില്ല. സീത അവളെ കണ്ടപ്പോഴേ പറഞ്ഞ പിഴയാന്ന്. ഇനി ആ പിഴച്ചവൾ ആൽവിൻ പോയി. ഞാനും വീട്ടിലേക്ക് പോവാ. നിങ്ങളും ഒക്കും. புயலடிக்குதே